ഇനി ഹിന്ദിക്കാരെ കാണുമ്പോൾ തല ഞാൻ താഴ്ത്തി ഇങ്ങനെ നടക്കേണ്ട ഒരു ആവശ്യമില്ല. അവരുടെ അതേ ഭാഷയിൽ, അവരുടെ അതേ ലോക്കൽ ഭാഷയിൽ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഹിന്ദിക്കാരെ കാണുന്നു, ഓക്കെ. അപ്പോൾ ആ ഹിന്ദിക്കാരൻ എവിടേക്ക് പോവാണ്? അപ്പോൾ നമുക്ക് ചോദിക്കണം, നീ എവിടെ പോവാണെന്ന്, അല്ലെങ്കിൽ എവിടെ പോവാണ് ചോദിക്കണം. എന്ന് ചോദിക്കാം. നമ്മൾ ആ ഹിന്ദിക്കാരെ കാണുന്നു, നമ്മൾ ചോദിക്കുകയാണ്, ഹായ് കിധർ ജാ രേ, ഹായ് കിധർ ജാ രേ, കിധർ ജാ രേ എന്ന് വെച്ചാൽ കിധർ ജാ രഹേ ഹേ എന്നാണ്, കിധർ ജാ രഹേ ഹേ. പക്ഷെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ, ലോക്കൽ ഭാഷയിൽ പറയുമ്പോൾ ആ ലാസ്റ്റ് വരുന്ന ഹേ ഉണ്ടല്ലോ, ഹേ, അത് പറയരുത്. ആ ഹേ ഒഴിവാക്കുക. ഹേ ഉണ്ട് ഒഴിവാക്കിയിട്ട് പറയാം, കൂട്ടി പറയാം. എന്ന് പറയാം, ഹായ് കിധർ ജാ രേ, കിധർ ജാ രേ, രേ 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 ഉണ്ടോ, ഹേ ഒഴിവാക്കിയിട്ട് രേമ നിർത്തി, ഹായ് കിധർ ജാ രേ. ഇനി കിധർ എന്ന് പറയുന്ന വേർഡിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡാണ് കഹ. കിധർ എന്ന് പറഞ്ഞാലും എവിടെ, അതുപോലെ കഹ എന്ന് പറഞ്ഞാലും എവിടെയാണ്. ഇത് രണ്ടും പലപ്പോഴും ഉപയോഗിക്കുന്ന വേർഡാട്ടോ. കിധർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്ന പോലെ കഹ എന്ന് പറയുന്ന വേർഡും അവർ ഉപയോഗിക്കാറുണ്ട് നോർമലായിട്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഹായ് കിധർ ജാ രേ, അല്ലെങ്കിൽ ഹായ് കഹാ ജാ രേ, കഹാ ജാ രേ. ഓക്കെ. ഇനി അടുത്താണ്, ഒരു ഹിന്ദിക്കാരൻ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കണം, അല്ല എന്താ കഴിക്കണേ ചോദിക്കണം. അപ്പോൾ ചോദിക്കാം, ക്യാ ഖാ രേ, ക്യാ ഖാ രേ, ക്യാ ഖാ രേ, ക്യാ ഖാ രഹേ ഹേ എന്നാണ്, ക്യാ ഖാ രഹേ ഹേ. ആ ഹേ ഒഴിവാക്കാം, ഹേ വേണ്ട. പെട്ടെന്ന് പറയുമ്പോൾ, അവരുടെ ലോക്കൽ ഭാഷ പറയുമ്പോൾ ഹേ ഒഴിവാക്കണം എന്ന് പറയാം, ക്യാ ഖാ രേ, ക്യാ ഖാ രേ. ഇനി എന്തോ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കറിയില്ല ചായയാണോ കോഫിയാണോ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം, ക്യാ പീ രേ, ക്യാ പീ രേ, ക്യാ പീ രഹേ ഹേ എന്നാണ്. ആ ഹേ ഒഴിവാക്കുമ്പോൾ എന്തായി, ഹേ ഉണ്ടല്ലോ അത് രേവുമായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ എന്തായി, ക്യാ പീ രേ, ക്യാ പീ രേ, മതി, ക്യാ പീ രേ, ക്യാ പീ രേ, ക്യാ ഖാ രേ, കഹാ ജാ രേ, അല്ലെങ്കിൽ കിധർ ജാ രേ. ഇനി എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഓക്കെ, ലിഖന. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഹായ് ക്യാ ലിഖ് രേ, ക്യാ ലിഖ് രേ, ക്യാ ലിഖ് രേ, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ക്യാ ലിഖ് രഹേ ഹേ എന്നാണ്. പക്ഷെ നമ്മൾ ഹേ ഒഴിവാക്കിയിട്ട് രേന്ന് മിക്സ് ആക്കി. അപ്പോൾ എന്തായി, ക്യാ ലിഖ് രേ, ഹായ് ക്യാ ലിഖ് രേ, ക്യാ ലിഖ് രേ, അത്ര മാത്രം. ഇനി ഒരു ഹിന്ദിക്കാരൻ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ, എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കണം, അല്ല നീ എന്താ വായിക്കണേ, അല്ല നീ വേണമെന്നില്ല, എന്താ ഇത്ര ചോദിച്ചാൽ മതി, എന്താ വായിക്കണേ എന്താണ്, എന്താ വായിക്കണേ ചോദിച്ചാൽ മതി. പറയാം, ക്യാ പഠ് രഹേ ഹേ എന്നാണല്ലോ അല്ലേ, ക്യാ പഠ് രഹേ ഹേ. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഹേ ഒഴിവാക്കുക. ഹേ ഒഴിവാക്കിയിട്ട് ആ ഹേ ഉണ്ടല്ലോ അത് അത് മിക്സ് ആക്കുക. അപ്പോൾ എന്തായി, ക്യാ പഠ് രേ, ക്യാ പഠ് രേ, ക്യാ പഠ് രേ, ക്യാ പഠ് രേ. പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാം, ക്യാ പഠ് രേ, ക്യാ പീ രേ, ക്യാ ഖാ രേ, കഹാ ജാ രേ, അല്ലെങ്കിൽ കിധർ ജാ രേ. ഇനി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കറിയില്ല എന്താ ചെയ്യണമെന്ന് അറിയില്ല, എന്താ ചെയ്യുന്ന അറിയില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അല്ല എന്താ ചെയ്യണമെന്ന് ചോദിക്കണം. എന്നുവെച്ചാൽ ക്യാ കർ രഹേ ഹേ അല്ലേ, ക്യാ കർ രഹേ ഹേ എന്നാണ്, ക്യാ കർ രഹേ ഹേ. പക്ഷെ ഹേ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ രേമെ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ എന്താ ചെയ്യും, ക്യാ കർ രേ, ക്യാ കർ രേ എന്നാണ്, ക്യാ കർ രേ, ക്യാ കർ രേ. ഇനി എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം, ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറയാം, എന്താ പറയാം, ക്യാ ദേഖ് രഹേ ഹേ അല്ലേ, എന്താണ്, ക്യാ ദേഖ് രഹേ ഹേ. അപ്പോൾ എന്താ പറയുക, ക്യാ ദേഖ് രേ, ക്യാ ദേഖ് രേ, ക്യാ ദേഖ് രേ, എന്താ നോക്കണമെന്ന്, ക്യാ ദേഖ് രേ, ക്യാ ദേഖ് രേ, എന്താ നോക്കണത്. ഇനി എന്തെങ്കിലും കാര്യം ഇങ്ങനെ എന്താണ് തിരയുക എന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഡൂണ്ടന എന്ന് പറയാം ഹിന്ദിയിൽ ഡൂണ്ടന എന്താ പറയുക, ഡൂണ്ടന. ഹായ് ക്യാ ഡൂണ്ട് രേ, ക്യാ ഡൂണ്ട് രേ എന്ന് വെച്ചാൽ ക്യാ ഡൂണ്ട് രഹേ ഹേ, ക്യാ ഡൂണ്ട് രഹേ ഹേ എന്നാണ്. പക്ഷെ പെട്ടെന്ന് പറയുമ്പോൾ ക്യാ ഡൂണ്ട് രേ, ക്യാ ഡൂണ്ട് രേ.